ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓറഞ്ച് വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ എത്ര നേരം വെച്ചാലും ഒട്ടും കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതുപോലെ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര നേരം വെച്ചാലും ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു വെള്ള കളറിൽ നാര് പോലെ ഉണ്ടാവല്ലോ, അത് മുഴുവനായിട്ടും എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം അത് ജ്യൂസിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ ചുളയായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എടുത്ത് മാറ്റാൻ കഴിയും. ചില ഓറഞ്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ, ചിലതൊന്ന് കുറച്ച് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ അത് മുഴുവനായിട്ടും എടുത്ത് മാറ്റണം. നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ച് ഉടനെ തന്നെ കുടിച്ചിട്ടില്ലെങ്കിൽ അത് നല്ല കയ്പ്പായിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമുക്കിത് നേരത്തെ അടിച്ച് വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലരും നോമ്പ് തുറക്കുന്ന സമയത്ത് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി എടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഓറഞ്ചിലെയും നാരുകൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ ഇതിലുള്ള കുരു നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് കുരു എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുരു വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ടിപ്പ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടിപ്പ് അറിയുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഓറഞ്ചിൻ്റെയും കുരു നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. ഞാനിവിടെ ഓരോ ചുളയുടെ കുരുവും കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ 2 കുരു ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തോണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഓറഞ്ചിൻ്റെ ഇത് കളഞ്ഞെടുത്തിട്ടുണ്ട്. കുരുകളെല്ലാം ഇതുപോലെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഓറഞ്ച് തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കുരു കളഞ്ഞ ഓറഞ്ചുകളെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായി അരച്ച ശേഷം മാത്രം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഇതുപോലെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്